ആശാ വർക്കർമാരുടെ സമരത്തിൽ സർക്കാരും CPM-ഉം സ്വീകരിക്കുന്ന നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടതു സഹയാത്രികനും യാക്കോബായ സഭ നിരണം ഭദ്രാസന മുൻ അധിപനുമായ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ്. തൊഴിലാളി വർഗ പാർട്ടിയായ CPM മുതലാളിത്ത പാർട്ടിയായോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യായമായ ആവശ്യത്തിനായി സമരം നടത്തുന്ന ആശാപ്രവർത്തകരോട് ദുരഭിമാനം വെടിഞ്ഞ് ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാകണം. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് കോഴഞ്ചേരി മണ്ഡലം കമ്മിറ്റി നടത്തിയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി വർഗ പാർട്ടിയെന്ന് ഊറ്റം കൊള്ളുന്ന CPM-ഉം ഭരണ നേതൃത്വവും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആശാപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണം. സമരം ചെയ്യുന്നവരെ കീടങ്ങളായി കാണുന്നത് സമ്പന്നന്മാർക്കൊപ്പം നീങ്ങിയതിന്റെ ഫലമാണ്. കോവിഡ് കാലത്ത് സൈന്യത്തെ പോലെ ജോലി ചെയ്ത ആശാപ്രവർത്തകർക്ക് ന്യായമായ ആനുകൂല്യം സർക്കാർ നൽകിയേ മതിയാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ക്രിമികീടങ്ങൾ എന്ന് അധിക്ഷേപിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്ത് തൊഴിലാളി സംസ്കാരമാണ് ഉയർത്തിപ്പിടിക്കുന്നത്? അധികാരികൾ എത്ര അധിക്ഷേപ വാക്കുകൾ പുലമ്പിയാലും ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അവശേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷം ഇപ്പോൾ മുതലാളി വർഗത്തിന്റെ താൽപര്യങ്ങൾക്ക് മാത്രമാണ് നിലകൊള്ളുന്നത് എന്ന് സർക്കാരിന്റെ വികസന നയം കാണുമ്പോൾ തോന്നിപ്പോയാൽ കുറ്റം പറയാൻ കഴിയില്ല. ആശാ വർക്കർമാർ നടത്തുന്ന സമരം ന്യായമായതുകൊണ്ടാണ് എതിർക്കുന്നവരും ഇതേ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്യുന്നത്. 3 മാസത്തെ കുടിശ്ശിക തീർത്തതും നിബന്ധനകൾ ഒഴിവാക്കിയതുമായ തീരുമാനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ആവശ്യങ്ങൾ ന്യായമായതുകൊണ്ട് തന്നെയാണ് സർക്കാർ അവ അംഗീകരിച്ചത്. ബാക്കിയുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ സമരം തീരും. തൊഴിലാളികൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാനുള്ളത് ഇവിടെ നിന്നും, ഡൽഹിയിൽ നിന്നും ലഭിക്കാനുള്ളത് ഡൽഹിയിൽ നിന്നും ലഭിക്കണം. ആരെയും ശത്രുപക്ഷത്ത് നിർത്താനല്ല ആശമാരുടെ സമരം. സർക്കാരിന് എന്തിനാണ് ദുരഭിമാനം? അദ്ദേഹം ചോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ജെറി മാത്യു സാം, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് അഞ്ചാനി, സെക്രട്ടറിമാരായ അനീഷ് ചക്കുങ്കൽ, കൃഷ്ണദാസ് കിടങ്ങൂർ, മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് ജി നാരങ്ങാനം, മണ്ഡലം പ്രസിഡന്റ് R രമേശ്, ഇലന്തൂർ മണ്ഡലം പ്രസിഡന്റ് KP മുകുന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത ഫിലിപ്പ്, റാണി എന്നിവരും പ്രസംഗിച്ചു. ഇടതുപക്ഷത്തിന്റെ സ്വഭാവമല്ല മാറിയോ? ഇടതുപക്ഷം ഇപ്പോൾ മുതലാളി വർഗത്തെ മാത്രമാണോ കരുതുന്നത്? അവരുടെ വികസന നയമൊക്കെ കാണുമ്പോൾ അങ്ങനെ സംശയം ആർക്കെങ്കിലും തോന്നിയാൽ അത്ഭുതത്തിന് അവകാശമില്ലെന്നുള്ള ഒരു കാലത്താണ് ഈ സമരത്തെ അവർ അധിക്ഷേപിക്കുന്നതും പുച്ഛിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 7000 രൂപ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഒരു പ്രകാരത്തിലും ഇന്നത്തെ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകുവാൻ അതുകൊണ്ട് കഴിയത്തില്ല. അത് തന്നെ പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ആശാ വർക്കർമാർക്ക് കുറവാണ്, നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. അതുകൊണ്ട് മിനിമം ഒരു 700 രൂപ മിനിമം കൂലി, ഒരു ദിവസത്തെ കൂലി കണക്കാക്കിക്കൊണ്ട് ഈ സമരം ആവശ്യപ്പെടുന്ന 21,000 രൂപയോളം ഓണറേറിയം പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കി കേന്ദ്ര ഗവൺമെന്റിലും സമരം ചെയ്ത് ഇൻസെന്റീവ് കൂട്ടി അവർക്ക് കൊടുക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം. ഇതുവരെ എടുത്ത 2 നടപടികൾ സ്വാഗതം ചെയ്തു. നിബന്ധനകൾ വേണ്ട എന്ന് വെച്ചത് സ്വാഗതം ചെയ്തു. 3 മാസത്തെ കുടിശ്ശിക തീർക്കാനെടുത്ത തീരുമാനവും സ്വാഗതം ചെയ്തു. പക്ഷെ അതിനപ്പുറത്ത് ഒരു മിനിമം വേതനം വെച്ച് 700 രൂപയെങ്കിലും ഡെയിലി വേജ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ഈ ജോലിയിൽ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപയെങ്കിലും അവർക്കൊരു പാക്കേജായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോടും അതിനെ നയിക്കുന്ന പ്രസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് കോഴഞ്ചേരിയിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും ആശാ വർക്കർമാർക്ക്, ആശാപ്രവർത്തകർക്ക് എല്ലാ ഐക്യദാർഢ്യവും ഏകീഭാവവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നൽകണമെന്നും പെൻഷനാകുമ്പോൾ മാന്യമായ ഒരു പാക്കേജ് നൽകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് 19 ദിവസമായി തലസ്ഥാന നഗരിയിലും വിവിധ ജില്ലകളിലുമായി നടന്നുവരുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനായി കോഴഞ്ചേരിയിൽ ഇന്ന് സമ്മേളിച്ചിരിക്കുന്ന യോഗത്തിൽ എന്നെയും പങ്കെടുപ്പിച്ചതിന് സംഘാടകരോട് നന്ദി കടപ്പാട് മാതിരി അറിയിക്കുകയാണ്. അധ്യക്ഷൻ ഓർപ്പിച്ചതുപോലെ
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമരം നടക്കുന്ന സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവിടെ പോയി സമരത്തിന് നേരിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരാളാണ് ഞാൻ. ആദ്യമായിട്ടല്ല ഒരു ജനകീയ സമരത്തിൽ പങ്കെടുത്ത് ഐക്യദാർഢ്യം അർപ്പിക്കുന്നു. സാധിക്കുന്നിടത്തോളം എനിക്ക് ബോധ്യമുള്ള ജനകീയ സമരങ്ങളിലൊക്കെ എൻ്റെ സാന്നിധ്യം കൊണ്ടും ചെയ്യാവുന്ന സഹായങ്ങൾ കൊണ്ടുമൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ആദ്യമായിട്ടല്ല എന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. ഈ ജില്ലയിൽ നിന്ന് പ്രതികരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ആരോഗ്യമന്ത്രിയുണ്ട്. അവരുടെ വീട്ടിൽ ചെന്ന് കരഞ്ഞപ്പോൾ പോലും അവരോട് പോലും ഒരു കരുണയില്ലാതെ ആ ആരോഗ്യമന്ത്രി പെരുമാറുകയുണ്ടായി. ഈ നാടൊട്ടും അരാജകത്വം നടമാടുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ സഹോദരിമാരുടെ വേദന കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ അറിഞ്ഞു വരുത്താൻ വേണ്ടിയും ഈ 19 ദിവസമായി നടന്നു വരുന്ന ആശാപ്രവർത്തകരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുവാനോ അവരതിൽ എന്തെന്ന് കേൾക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ശമ്പളം കുടിച്ചു നൽകിയെന്ന്. 3 മാസമായിട്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ 7,000 രൂപ നടമാടുകയാണ്. സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ ഈ വരുമാന മാർഗം ഇന്ന് കള്ളുകച്ചവടവും കഞ്ചാവ് കച്ചവടവും മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിനനുകൂലമില്ലാതെ ആ ഒരു വിഷം നമുക്ക് വേണ്ട എന്ന് വേണ്ടി സംസ്ഥാനത്തുടനീളം മാർഗം നിക്ഷേപിക്കുകയാണ്. വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം തന്നെ ഇന്ന് മയക്കുമരുന്ന് അടിമയായി മാറി. സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ അമ്മമാരുടെ കണ്ണീർ കാണാതെ സംസ്ഥാനത്തിന്റെ വരുമാനം എന്ത് മാർഗം ഉപയോഗിച്ചും കള്ളക്കടത്തുകാരുടെയും മദ്യമാഫിയോടൊപ്പം നികത്താൻ ശ്രമിക്കുന്ന ഈ ജില്ലയിൽ നിന്ന് പ്രതികരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ആരോഗ്യമന്ത്രിയുണ്ട്. അവരുടെ വീട്ടിൽ ചെന്ന് കരഞ്ഞപ്പോൾ പോലും അവരോട് പോലും ഒരു കരുണയില്ലാതെ ആ ആരോഗ്യമന്ത്രി പെരുമാറുകയുണ്ടായി. ഈ നാടൊട്ടും അരാജകത്വം നടമാടുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ സഹോദരിമാരുടെ വേദന കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ അറിഞ്ഞു വരുത്താൻ വേണ്ടിയും ഈ 19 ദിവസമായി നടന്നു വരുന്ന ആശാപ്രവർത്തകരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുവാനോ അവരതിൽ എന്തെന്ന് കേൾക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ശമ്പളം കുടിച്ചു നൽകിയെന്ന്. 3 മാസമായിട്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ 7,000 രൂപ നടമാടുകയാണ്. സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ ഈ വരുമാന മാർഗം ഇന്ന് കള്ളുകച്ചവടവും കഞ്ചാവ് കച്ചവടവും മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിനനുകൂലമില്ലാതെ ആ ഒരു വിഷം നമുക്ക് വേണ്ട എന്ന് വേണ്ടി സംസ്ഥാനത്തുടനീളം മാർഗം നിക്ഷേപിക്കുകയാണ്. വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം തന്നെ ഇന്ന് മയക്കുമരുന്ന് അടിമയായി മാറി. സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ അമ്മമാരുടെ കണ്ണീർ കാണാതെ സംസ്ഥാനത്തിന്റെ വരുമാനം എന്ത് മാർഗം ഉപയോഗിച്ചും കള്ളക്കടത്തുകാരുടെയും മദ്യമാഫിയോടൊപ്പം നികത്താൻ ശ്രമിക്കുന്ന